വനം വകുപ്പിൻ്റെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് കിഫ്ബി ഫണ്ട് ആണ് പ്രധാനമായും വനം വകുപ്പ് ആശ്രയിച്ചിരുന്നത്. അതിൽ ദക്ഷിണേന്ത്യക്കാകെ മാതൃകയായ മാറാൻ പോകുന്ന തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരിൽ 331 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു സുവോളജിക്കൽ പാർക്ക് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിൽ ആന പുനരധിവാസ കേന്ദ്രത്തിലെ പുതിയ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി 82 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആ പ്രവർത്തനത്തിൻ്റെ നിർമ്മാണഘട്ടം പൂർത്തിയാക്കി ജനങ്ങൾക്കായി ഇതിനകം തന്നെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ഈ ഓണമാകുമ്പോഴേക്കും പ്രവൃത്തി പൂർത്തിയാക്കത്തക്ക വിധത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും കേരളത്തിൻ്റെ അഭിമാന പദ്ധതികളായി നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്നതാണ്. കിഫ്ബി എന്നൊരു സാമ്പത്തിക സഹായം സംവിധാനം ഇല്ലാതിരുന്നെങ്കിൽ ഈ പദ്ധതികൾ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും നമുക്ക് കഴിയുമായിരുന്നില്ല. മറ്റൊരു ഭാഗം വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി കിഫ്ബിയിൽ നിന്നും 110 കോടി രൂപയാണ് അനുവദിച്ചത്. ഈ പണം ഉപയോഗിച്ചുകൊണ്ട് സൗരോർജ്ജ വേലികൾ പുനലൂർ, തെന്മല, തിരുവനന്തപുരം, മണ്ണാർക്കാട് മേഖലയിൽ നിന്നാണ് ആകെ 94.22 കിലോമീറ്റർ വേലി നിർമ്മിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് 12.37 കോടി രൂപ അനുവദിച്ചുകൊണ്ട് സൗരോർജ്ജ തൂക്കുവേലികൾക്കുള്ള ടെൻഡറുകൾ സ്വീകരിച്ച് ആകെ 142 കിലോമീറ്റർ സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കുന്നതിനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ആനപ്രതിരോധത്തിൻ്റെ ഭാഗമായി വന്യജീവി ഡിവിഷൻ്റെ കീഴിൽ ആന പ്രതിരോധ മതിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് പാലക്കാട്, വയനാട് വന്യജീവി ഡിവിഷനുകൾക്ക് കീഴിലാണ്. അതുപോലെ തന്നെ റെയിൽവേ വന്യജീവി സംരക്ഷണത്തിൽ നിന്നും ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങളുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായി 10 കിലോമീറ്റർ ദൂരത്തിൽ റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഇത് മറ്റൊരു പദ്ധതി. ഇങ്ങനെ നിരവധി പദ്ധതികൾക്കായി ഒരു വലിയ സംഖ്യയാണ് കിഫ്ബിയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ RRTയുടെ ശാക്തീകരണത്തിനും അവിടുത്തെ ജീവനക്കാരുടെ മികച്ച പ്രവർത്തനം പ്രയോജനപ്പെടുത്തുന്നതിനുമായി നൈറ്റ് വിഷൻ ക്യാമറകൾ, ബൈനക്കുലറുകൾ, ടോർച്ച് ലൈറ്റുകൾ, ബോഡി പ്രൊട്ടക്റ്റീവ് ക്ലിയറുകൾ, ബ്രഷ് കട്ടറുകൾ തുടങ്ങി ഈ ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് പണം ചിലവഴിച്ചിട്ടുള്ളത്.
സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വന്യമൃഗസഞ്ചാരം നിരീക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1000 ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുന്നതിനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിനുള്ള ടെൻഡറുകൾ ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 267 മുന്നറിയിപ്പ് സംവിധാനങ്ങൾ 9 കോടി രൂപ ചെലവിൽ വിവിധ ഡിവിഷനുകളായി ലഭ്യമാക്കുകയുണ്ടായി. അപ്പോൾ ഇത് 3 തരത്തിലാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പണം ചെലവാക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത്. ഒന്ന്, സുവോളജിക്കൽ പാർക്ക് 331 കോടി, ആന പുനരധിവാസ കേന്ദ്രം 82 കോടി, മനുഷ്യ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി വിവിധ പദ്ധതികൾക്കായി 220 കോടി രൂപ, ഇതിൽ 136.52 കോടി സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിക്കായി മാറ്റിവെച്ചു. വിപുലമായ സംരക്ഷണ പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി ലഭിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ വനം വകുപ്പ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൂർത്തിയാകുന്നതോടുകൂടി വന്യജീവി ശല്യം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അതിലൂടെ മലയോര മേഖലയിലെ കർഷക സമൂഹത്തിന് അവർക്ക് ഭയരഹിതമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നും ഗവൺമെൻറ് പ്രത്യാശിക്കുന്നു. ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം ഫണ്ടുകൾ ഉപയോഗിച്ച് പൂർത്തിയാക്കാനാണ് സാധിക്കുക. അതുകൊണ്ട് തന്നെ കിഫ്ബി ഫണ്ട് എന്ന് പറയുന്നത് നാടിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും പൊതുവികസനത്തിനും പര്യാപ്തമായ ഏറ്റവും ശാസ്ത്രീയമായ ഫണ്ടിംഗ് ഏജൻസിയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക വഴി കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞതിന് മികച്ച നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ കിഫ്ബി പുരോഗതിയുടെ ആണിക്കല്ലായി, മാറ്റത്തിൻ്റെ ആണിക്കല്ലായി പ്രവർത്തിക്കുന്നു എന്നതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.